അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രേണുസുധീൻ്റെ മൂത്ത മോനായ കിച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ. നിങ്ങളെല്ലാവരും എന്നെ പോലെ കണ്ടിട്ടുണ്ടാവും. കാരണം കണ്ടപ്പം വളരെ സങ്കടം തോന്നി. അപ്പം നമുക്ക് സങ്കടം തോന്നിയെങ്കിൽ ആ വീട് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് എത്രത്തോളം വിഷമമായിട്ടുണ്ടാവും. ആ വീടിൻ്റെ തുടക്കം മുതൽ സുധിലയം എന്നാണ് ആ വീടിൻ്റെ പേര്. അത്രയും വലിയൊരു വീട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത എഫർട്ടുകൾ വലുതായിരിക്കും. അതിനിപ്പം എങ്ങനെയായാലും അപ്പം ഈ പുള്ളിക്കാരി ഈ ട്രോഫി ഈ കുഞ്ഞു വെച്ച് പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ അടക്കി പെറുക്കിയിട്ട് ഒരു ചാക്കിന്റെ അടിയിൽ വെക്കേണ്ടതല്ല സ്തുതിക്ക് കിട്ടിയ ട്രോഫികൾ. ആദ്യം സഹോദരി അതൊന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ജീവിച്ച കാലത്ത് പുള്ളി ഒന്നും സമ്പാദിച്ചു തന്നിട്ടില്ല, പക്ഷെ നിങ്ങളൊക്കെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. മരണം കൊണ്ട് മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാം കൊടുത്ത ആളാണ് പുള്ളി. കാരണം ഒരു വീടാണെങ്കിലും ശരി, നിങ്ങൾ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് പോലും പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വീടാണ് പുള്ളിന്റെ മരണശേഷം കൊടുത്തത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ ആരെയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ അല്ല പുള്ളി ഈ ലോകം വിട്ടു പോയത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. പിന്നെ ഇത്രയും വലിയ വീട് പണിതെടുത്ത ആൾക്കാർക്ക് ഈ നിങ്ങൾക്ക് തന്ന ടീമുകൾക്ക് അല്ലെങ്കിൽ ആ സുമനസ്സുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹോദരി ആ വീട്ടിലൊരു ഷെൽഫ് ഉണ്ടാക്കി തരും. ആ വീട്ടിൽ കയറി വരുമ്പം നിങ്ങളിപ്പം ആൺപിള്ളേരാണ്, അപ്പം ഒരു ലേഡി ഒറ്റയ്ക്ക് ജീവിക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾക്കൊരു വിവാഹം കഴിക്കാം, നിങ്ങൾ പ്രായം ചെറുതാണ്, ഒക്കെയാണ്. പക്ഷെ മക്കൾക്കുണ്ടല്ലോ ആ വീടൊരു ഓർമ്മയാണ്. ആ ഒരു വീട് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ കയറി വരുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇനിയിപ്പം ആ വീട്ടിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യായിരുന്നു. ആ വീട്ടിൻ്റെ ഓരോ മുറി കയറി ഇറങ്ങിയാൽ കാണാം എത്ര വൃത്തികേടാണെന്ന്. ആ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അതിൽ സ്ത്രീകളും ഉണ്ട്, ആ കുട്ടികൾക്ക് പാരൻസും ഒക്കെ ഉണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് ആ വീട് നീറ്റാക്കി വെച്ചൂടെ? ഇനി ഇതൊക്കെ പോട്ടെ, നമുക്ക് ഒരു സാധനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ ഇപ്പം ഈ രേണുസുധി സൈറ്റ് ഒരു ലൊക്കേഷനിൽ വേറെ ഇങ്ങനെ മാറി മാറി നിങ്ങൾ ജോലി ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഒരു വീടുണ്ട്, റെന്റ് കൊടുക്കണ്ട. നിങ്ങളെ മൂത്ത മോനെ മറ്റേ ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ഒരു ചെറിയ കൊച്ചിന് ആണ് സ്കൂളിൽ വിടാനും നിങ്ങൾക്ക് വസ്ത്രം വാങ്ങാനും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും നിങ്ങളെ പേഴ്സണൽ ചെലവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തുടങ്ങിയ യൂട്യൂബ് ചാനൽ തന്നെ ധാരാളമാണ്. ഇതിലൂടെ എത്രയോ ആൾക്കാർ, വളരെ താഴത്തെ നിലയിൽ നിന്നുള്ള ആൾക്കാർ എത്രയോ അതിന് നിങ്ങൾക്ക് പാടാനറിയാം, ആക്ട് ചെയ്യാനറിയാം, നിങ്ങളെ കുക്കിംഗ് വീഡിയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർ ഇതുവരെക്കും നിങ്ങളങ്ങനെ വിമർശിച്ചിട്ടില്ല. പക്ഷെ ഇത് കാണുന്ന സമയത്തില്ലേ, ആദ്യം തരുന്നതിൻ്റെ മൂല്യം ഒന്ന് മനസ്സിലാക്കി ജീവിക്കാനൊന്ന് പഠിക്കും.